ലോഗോസ് ക്വിസ് 2025 എഫെസോസ് അധ്യായം 4 മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ പ്രധാന ശീർഷകങ്ങൾ. ഉത്തരം: ഐക്യത്തിന് ആഹ്വാനം, കൃപാവരങ്ങളുടെ വൈവിധ്യം, ക്രിസ്തുവിൽ നവജീവിതം, വർജിക്കേണ്ട തിന്മകൾ. ചോദ്യം 2. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? എ 24, ബി 31, സി 32, ഡി 26. ഉത്തരം സി 32. ചോദ്യം 3. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിനെന്നാണ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? എ വിശ്വാസം, ബി സമാധാനം, സി സ്നേഹത്തിൻ്റെ ഐക്യം, ഡി ആത്മാവിൻ്റെ ഐക്യം. ഉത്തരം ഡി ആത്മാവിൻ്റെ ഐക്യം. ചോദ്യം 4. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി എന്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ രേഖപ്പെടുത്തുന്നത്? എ വിശ്വാസം, ബി സമാധാനം, സി കൃപ, ഡി സ്നേഹം. ഉത്തരം സി കൃപ. ചോദ്യം 5. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവേൻ. പൗലോസ് ശ്ലീഹ ആരോട് പറയുന്ന വാക്കുകളാണിവ? എ പരിച്ഛേദിതരോട്, ബി അപരിച്ഛേദിതരോട്, സി എഫെസോസുകാരോട്, ഡി വിശ്വാസികളോട്. ഉത്തരം സി എഫെസോസുകാരോട്. ചോദ്യം 6. യേശു ആരോഹണം ചെയ്തതിൻ്റെ അർത്ഥം എന്തെന്ന ചോദ്യത്തിന് നൽകിയിരിക്കുന്ന മറു ചോദ്യം എപ്രകാരമാണ്? എ സമാധാനം നിങ്ങളോടുകൂടെയില്ലേ, ബി അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ, സി നിങ്ങൾ കൃപകൾ നിറഞ്ഞവരാവുകയില്ലേ, ഡി അവൻ ഭൂമിയെ അഭിഷേകം ചെയ്തു എന്നല്ലേ. ഉത്തരം ബി അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ. ചോദ്യം 7. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിതരാക്കിയ ആരെ വേദനിപ്പിക്കരുതെന്നാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്? എ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, ബി ആത്മാവിനെ, സി ക്രിസ്തുവിനെ, ഡി രക്ഷകനെ. ഉത്തരം എ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. ചോദ്യം 8. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്ന പൗലോസ് എഫെസോസുകാരോട് എന്താണ് അപേക്ഷിക്കുന്നത്? എ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ, ബി പരസ്പരം സ്നേഹിക്കാൻ, സി വിശ്വാസത്തിൽ ആഴപ്പെടാൻ, ഡി ഐക്യപ്പെടാൻ. ഉത്തരം എ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ. ചോദ്യം 9. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ഡാഷ് നൽകി. എ സമാധാനം, ബി ദാനങ്ങൾ, സി കൃപകൾ, ഡി വരങ്ങൾ. ഉത്തരം ബി ദാനങ്ങൾ. ചോദ്യം 10. എഫെസോസ് 4-ാം അധ്യായം 8-ന് സമാനമായ പഴയ നിയമഭാഗം. എ സങ്കീർത്തനം 68:16, ബി സങ്കീർത്തനം 3:19, സി സങ്കീർത്തനം 21:15, ഡി സങ്കീർത്തനം 73:14. ഉത്തരം എ സങ്കീർത്തനം 68:16. ചോദ്യം 11. വിശുദ്ധ പൗലോസ് ശ്ലീഹ ആർക്ക് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്നത് എന്നാണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായ ആരംഭത്തെ സൂചിപ്പിക്കുന്നത്? എ പരിച്ഛേദിതർക്ക് വേണ്ടി, ബി അപരിച്ഛേദിതർക്ക് വേണ്ടി, സി കർത്താവിനു വേണ്ടി, ഡി എഫെസോസുകാർക്ക് വേണ്ടി. ഉത്തരം സി കർത്താവിനു വേണ്ടി. ചോദ്യം 12. കോപിക്കാം എന്നാൽ ഡാഷ് ചെയ്യരുത്. പൂരിപ്പിക്കുക. എ ദുശ്ചിന്ത, ബി കൊലപാതകം, സി ദുഷ്ടത, ഡി പാപം. ഉത്തരം ഡി
പാപം ചെയ്യരുത്. ചോദ്യം 13. എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്ത ക്രിസ്തു ചിലർക്ക് ആരൊക്കെയായി മാറാനുള്ള വരം നൽകിയെന്നാണ് ശ്ലീഹ രേഖപ്പെടുത്തുന്നത്? എ. അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷ പ്രഘോഷകന്മാർ, പുരോഹിതർ. ബി. ജ്ഞാനികൾ, അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷ പ്രഘോഷകന്മാർ, പുരോഹിതർ. സി. അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷ പ്രഘോഷകന്മാർ, ഇടയന്മാർ, പ്രബോധകർ. ഡി. രാജാക്കന്മാർ, പ്രവാചകന്മാർ, സുവിശേഷ പ്രഘോഷകർ, പുരോഹിതർ. ഉത്തരം സി. അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷ പ്രഘോഷകന്മാർ, ഇടയന്മാർ, പ്രബോധകർ. ചോദ്യം 14. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ആരുടെ വാക്കുകൾ? എ. തീത്തോസ്. ബി. വിശുദ്ധ പൗലോസ്ലീഹ. സി. അപ്പസ്തോലന്റെ. ഡി. പ്രവാചകന്റെ. ഉത്തരം ബി. വിശുദ്ധ പൗലോസ്ലീഹായുടെ. ചോദ്യം 15. എഫേസോസ് 4-ാം അധ്യായം അവസാന വചനഭാഗം തലക്കെട്ട്. എ. ദൈവത്തെ അനുകരിക്കുക. ബി. ക്രിസ്തുവിൽ നവജീവിതം. സി. വർജിക്കേണ്ട തിന്മകൾ. ഡി. ഐക്യത്തിന് ആഹ്വാനം. ഉത്തരം സി. വർജിക്കേണ്ട തിന്മകൾ. ചോദ്യം 16. മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ആരാകരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. ശിശുക്കൾ. ബി. വിശുദ്ധർ. സി. നീതിമാൻ. ഡി. ശിഷ്യർ. ഉത്തരം എ. ശിശുക്കൾ. ചോദ്യം 17. ക്രിസ്തു ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയരും പ്രബോധകരുമായി മാറാനുള്ള വരം നൽകിയ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. വിശുദ്ധരെ പരിപൂർണമാക്കുന്നതിന്. ബി. ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന്. സി. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന്. ഡി. ക്രിസ്തുവിൻ്റെ പരിപൂർണത നേടുന്നതിന്. ഉത്തരം ഡി. ക്രിസ്തുവിൻ്റെ പരിപൂർണത നേടുന്നതിന്. ചോദ്യം 18. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ശ്ലീഹ ഇങ്ങനെ വ്യക്തമാക്കുന്നത്? എ. പാപികൾ. ബി. വിജാതിയർ. സി. അവിശ്വാസികൾ. ഡി. അന്ധകാരത്തിൽ വസിക്കുന്നവർ. ഉത്തരം ബി. വിജാതിയർ. ചോദ്യം 19. പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ ഡാഷ് ദൂരെ എറിയുവിൻ. എന്ത് ദൂരെ എറിയുവിൻ എന്നാണ് ശ്ലീഹ കൽപ്പിക്കുന്നത്? എ. പഴയ മനുഷ്യനെ. ബി. മനുഷ്യനെ. സി. വിശ്വാസിയെ. ഡി. പഴയ വിശ്വാസിയെ. ഉത്തരം എ. പഴയ മനുഷ്യനെ. ചോദ്യം 20. യഥാർത്ഥമായ ഡാഷ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പൂരിപ്പിക്കുക. എ. വിശുദ്ധിയിലും ജ്ഞാനത്തിലും. ബി. ജ്ഞാനത്തിലും നീതിയിലും. സി. വിശുദ്ധിയിലും ജ്ഞാനത്തിലും. ഡി. വിശുദ്ധിയിലും നീതിയിലും. ഉത്തരം ഡി. വിശുദ്ധിയിലും നീതിയിലും. ചോദ്യം 21. വിശുദ്ധരെ പരിപൂർണമാക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്ന ശുശ്രൂഷയുടെ ജോലി എപ്പോൾ വരെ തുടരണമെന്നാണ് എഫേസോസ് 4:13 സൂചിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ. ചോദ്യം 22. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നതിൻ്റെ കാരണം? എ. നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങൾ. ബി. നാം ദൈവമക്കൾ. സി. വിശ്വാസികളായതിനാൽ. ഡി. പഴയ മനുഷ്യനെ വെടിയാൻ. ഉത്തരം എ.
നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങൾ. ചോദ്യം 23. നമുക്കൊരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവും ഉള്ളുവെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുന്ന ലേഖനം, അധ്യായം, വാക്യം. എ. എഫെസോസ് 4:5, ബി. എഫെസോസ് 3:20, സി. എഫെസോസ് 1:8, ഡി. എഫെസോസ് 4:10. ഉത്തരം എ. എഫെസോസ് 4:5. ചോദ്യം 24. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുതെന്ന് പറയുന്ന ശ്ലീഹ കോപം എപ്പോൾ വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്? എ. അസ്തമനം വരെ, ബി. സന്ധ്യ വരെ, സി. സൂര്യോദയം വരെ, ഡി. സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഉത്തരം ഡി. സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ചോദ്യം 25. കേൾവിക്കാർക്ക് ഡാഷ് പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതയ്ക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. എന്ത് പ്രദാനം ചെയ്യുന്നതിനെയാണ് ശ്ലീഹ രേഖപ്പെടുത്തുന്നത്? എ. സന്തോഷം, ബി. ആത്മീയ ചൈതന്യം, സി. ആത്മീയത, ഡി. സമാധാനം. ഉത്തരം ബി. ആത്മീയ ചൈതന്യം. ചോദ്യം 26. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. അധ്യായം, വാക്യം. എ. എഫെസോസ് 4:5, ബി. എഫെസോസ് 3:19-20, സി. എഫെസോസ് 3:15-16, ഡി. എഫെസോസ് 3:14-15. ഉത്തരം എ. എഫെസോസ് 4:5. ചോദ്യം 27. ദൈവം ഡാഷ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ദൈവം ആരുവഴി ക്ഷമിച്ചു എന്നാണ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്? എ. പരിശുദ്ധാത്മാവിനാൽ, ബി. വിശുദ്ധരാൽ, സി. ക്രിസ്തു വഴി, ഡി. രക്ഷകനാൽ. ഉത്തരം സി. ക്രിസ്തു വഴി.